ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും ന്യൂ ടി വി എസ് ജുപ്പിറ്റർ 110cc ആണ്. 4 വേരിയൻസിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. സോ നമ്മൾ ഏറ്റവും ബേസ് മോഡലാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ഡ്രം വിത്ത് സ്റ്റീൽ റിമൂവ് വരുന്ന വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒട്ടുമുകളത്തെ ഡ്രം വിത്ത് അലോയ് വരുന്നുണ്ട്. പിന്നെ ഡ്രം വിത്ത് സ്മാർട്ട് എക്സ് കണക്ട് പറഞ്ഞ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസ്ക് വിത്ത് സ്മാർട്ട് എക്സ് കണക്ട് എന്ന 4 വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന കളർ ഒരു വൈറ്റ് കളറാണ്. ഫുള്ളി ഡിസൈനിൽ ടോട്ടലി ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ടി വി എസ് ജുപ്പിറ്ററിൽ. സോ നമുക്ക് എന്തായാലും റിവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് കോമ്പൗണ്ട് ഹെഡിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. LED ഹെഡ് ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല ടി വി എസിന് ന്യൂ ബാഡ്ജിങ് ആണ് കൊടുത്തില്ല. ടി വി എസ് നെയിമിംഗ് അല്ല, പൊതുവെ കാണുന്ന ടി വി എസ് ബാഡ്ജിങ് ആണ്. ഇത് ഹോസിന്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ബമ്പേഴ്സൊക്കെ മെറ്റലാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജനാണ് വന്നിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ DRLs വന്നിട്ടില്ല. ബാക്കി മോഡൽസിലൊക്കെ DRLs കാരണം എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ നോർമലി ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സെൻറ്റർ തന്നെ ഒരു സ്കൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സൈഡ്സിന് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വന്നിട്ടുണ്ട്. 130mm ഡ്രം ബ്രേക്ക് വന്നിട്ടുണ്ട്. SBT ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. റിയർ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ആവുന്നതാണ്. 90/90 12 ഇഞ്ച് ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നമുക്ക് സൈഡ് ഡിസൈനൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഡിസൈനിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ജുപ്പിറ്റർ എന്ന ബാഡ്ജിങ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല ക്രോം കളറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് നല്ല 765mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 163mm, അതുപോലെ തന്നെ വെയിറ്റ് നല്ല 106 kg ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് കാല് പ്ലേസ് ചെയ്യാനും സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാരണമാണ് ഈ വണ്ടിയിൽ. എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുള്ളത് 113cc ആണ്. ഏകദേശം 7.9 bhp ആണ് ഹോഴ്സ് പവർ വന്നിട്ടുള്ളത്. 9.8 Nm ടോർക്ക് വന്നിട്ടുണ്ട്. പിന്നെ റിയർ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെന്റ് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. 90/90 12 ഇഞ്ച് ടയേഴ്സ് വിത്ത് ഡ്രം ബ്രേക്ക് കാണാൻ എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത റിയർ ടെയിൽ ലൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി LED ടെയിൽ ലൈറ്റ്സ് കാണാനാണ് വന്നിട്ടുള്ളത്. വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് അതിൽ വന്നിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ഫുൾ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഫുള്ളി DRL ടൈപ്പുള്ള ടെയിലൈറ്റാണ് വന്നിട്ടുള്ളത്. ഫുള്ളി DRL ടൈപ്പുള്ള ടെയിലൈറ്റാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഗ്രാബ് റെയിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വണ്ടിയുടെ ബാക്ക് കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ TVS എന്ന ബാഡ്ജിങ് ലെറ്ററിലാണ് കൊടുത്തിട്ട് TVS നെയിം കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഹോസിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ലെങ്ത് കൂടിയ സീറ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം മൈലേജ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കമ്പനി പറയുന്ന മൈലേജ് എന്നുള്ള ഏകദേശം 53 കിലോമീറ്റേഴ്സ് ആണ്. ഏകദേശം 49 to 50 റേഞ്ചൊക്കെയാണ് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്ന മൈലേജ് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല സ്റ്റൈലിങ്ങും ലുക്കും പിന്നെ ബെറ്റർ പെർഫോമൻസും എല്ലാം കൊണ്ടും ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ന്യൂ TVS ജുപ്പിറ്റർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര വലിയൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 2 ഹെൽമെറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിയിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര വലിയൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. 2 ഹെൽമെറ്റ്സ് ഒക്കെ നമുക്ക് ഈസിലി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് കാണാനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ ഏകദേശം 5.1 ലിറ്റേഴ്സാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഏകദേശം ഫ്രണ്ട് തന്നെയാണ് ഫ്യൂവൽ ലിഡ് കാണാനെല്ലാം വന്നിട്ടുള്ളത്. ചെറിയ ഹുക്കും കാണാനെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. ഭയങ്കര ആപ്റ്റ് രീതിയിലുള്ള ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോമിയം ഒരു പ്ലേറ്റിംഗ് ഒക്കെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര വണ്ടിക്ക് ആപ്റ്റ് രീതിയിലുള്ള മാച്ചിങ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററൊക്കെ നോക്കുമ്പോൾ തന്നെ അൺലോക്ക് മീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഹൈബ്രിഡ് സിസ്റ്റം കാണുമെന്ന് വന്നിട്ടില്ല. എഞ്ചിൻ ക്യൂ സിസ്റ്റം വന്നിട്ട് സെൽഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാസ് ലൈറ്റ് ഹെഡ്ലൈറ്റ് സ്വിച്ച് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ മീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ആയാലും ടോട്ടൽ കിലോമീറ്റേഴ്സ് ആയാലും സ്പീഡ് എല്ലാം ഒക്കെ ഓഡോമീറ്റർ എല്ലാം അൺലോക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എക്കോ പവർ ആയിട്ടുള്ള 2 ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് എക്കോ മോഡും പവർ മോഡും അങ്ങനെ 2 മോഡ്സിൻ്റെ ലൈറ്റിംഗ് ആണ് എല്ലാം മീറ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ബേസ് ജസ്റ്റ് ഒരു നോർമൽ മീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡിജിറ്റൽ ബാക്കി വേരിയൻസിലൊക്കെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്ന വേരിയൻസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ വരുന്ന വേരിയൻസിൻ്റെ ബേസ് മോഡൽ ഇതൊന്നും ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല.
ഫസ്റ്റ് സർവീസ് ഒക്കെ നോക്കുമ്പോൾ 500 to 750 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ്. സെക്കൻഡ് സർവീസ് എന്നുള്ളത് 5500 to 6000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 180 ഡേയ്സ്. തേർഡ് സർവീസ് വന്നിട്ടുള്ളത് 7500 to 4000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 365 ഡേയ്സാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാലത്തുള്ള ആശ TVS ആണ്. അവർക്ക് സോ നമ്മുടെ ടീം ബിഗ് താങ്ക്സ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ വെഹിക്കിളിനെ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രേഷ് സൈനിങ് ഓഫ്. ബൈ.